നിലവിലെ ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കും? മിഡിൽ ഈസ്റ്റിൽ ശക്തമാകുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യമാണിത്. യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇനി യുദ്ധവിമാനങ്ങളോ വലിയ സൈനിക സേനകളോ മാത്രമല്ല, മറിച്ച് ഒരു ലളിതമായ കണക്കാണ്. ആക്രമണം നടത്താൻ ചെലവാകുന്ന പണം എത്ര? അതിനെ തടയാൻ ചെലവാകുന്ന പണം എത്ര? ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലെ ഏറ്റുമുട്ടൽ ഈ പുതിയ യുദ്ധഗണിതം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുകയാണ്. സാങ്കേതിക വിദ്യയും സാമ്പത്തിക ശേഷിയും ചേർന്ന ഒരു പുതിയ തരത്തിലുള്ള യുദ്ധമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ രൂപം കൊള്ളുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ആകാശത്ത് മേധാവിത്വം ഉണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ആകാശത്തെ ആധിപത്യം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാനാവില്ലെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ മിസൈലുകളെ തുച്ഛമായ വിലയിലുള്ള ഡ്രോണുകൾ കൊണ്ട് ഇറാൻ പരീക്ഷിക്കുകയാണ്. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ മുൻ വൈസ് ചെയർമാനായ അഡ്മിറൽ ജെയിംസ് അലക്സാണ്ടർ സാൻഡി വിന്നഫെൽഡ് ജൂനിയർ ഈ യുദ്ധത്തെക്കുറിച്ച് നൽകിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചയാകുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിലവിലെ സംഘർഷം ഒരു സമയത്തിനെതിരായ മത്സരം പോലെയാണ്. യുദ്ധത്തിന്റെ അന്തിമ ഫലം ഒടുവിൽ ഒരു ലളിതമായ ചോദ്യത്തിൽ ചുരുങ്ങുമെന്ന് അദ്ദേഹം പറയുന്നു. ആദ്യം ആയുധങ്ങൾ തീരുന്നത് ആർക്കാണ്? ഇറാൻ കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളും മിസൈലുകളും തുടർച്ചയായി വിന്യസിക്കുമ്പോൾ അവയെ തടയാൻ അമേരിക്കയ്ക്ക് വളരെ ചെലവേറിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നതാണ് പ്രധാന വെല്ലുവിളി. അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ കണക്കുകൾ പ്രകാരം സംഘർഷം ശക്തമായതിനു പിന്നാലെ ഇറാൻ ഇതിനകം 500-ലധികം മിസൈലുകളും 2000-ലധികം ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ പ്രധാനമായും അമേരിക്കൻ സൈനിക താവളങ്ങളെയും മേഖലയിലുള്ള സഖ്യകക്ഷികളുടെ ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ അവയിൽ പലതിനെയും തടയാൻ കഴിഞ്ഞുവെങ്കിലും എല്ലാ ആക്രമണങ്ങളെയും പൂർണ്ണമായി തടയുകയെന്നത് യാഥാർത്ഥ്യത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കാമെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആക്രമണങ്ങളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഷാഹേദ് ശ്രേണിയിലെ കാമിക്കേസ് ഡ്രോണുകളാണ്. ത്രികോണാകൃതിയിലുള്ള ഈ ഡ്രോണുകൾ ഏകദേശം 11 അടി നീളമുള്ളവയാണ്. ഇവയുടെ മൂക്കിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്ത് ഇടിച്ചിറങ്ങുമ്പോൾ ഇവ പൊട്ടിത്തെറിക്കുന്നു. ട്രക്കുകളിൽ നിന്ന് പോലും വിക്ഷേപിക്കാവുന്ന ഒതുക്കമുള്ള ഈ ഡ്രോണുകൾ മറയ്ക്കാനും കണ്ടെത്താനും പലപ്പോഴും പ്രയാസമാണ്. അതിനാൽ തന്നെ ഇവയെ സമയത്ത് കണ്ടെത്തി തടയുകയെന്നത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ്. ഈ ഡ്രോണുകളുടെ ഏറ്റവും വലിയ ശക്തി അവയുടെ ലളിതമായ രൂപകൽപ്പനയും കുറഞ്ഞ ചെലവുമാണ്. വാണിജ്യ വിപണിയിൽ ലഭ്യമായ സാധാരണ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉപയോഗിച്ചാണ് പല ഷാഹിദ് ഡ്രോണുകളും നിർമ്മിക്കുന്നത്. അതിനാൽ തന്നെ ഇവയുടെ നിർമ്മാണ ചെലവ് ഏകദേശം 30,000 മുതൽ 50,000 ഡോളർ വരെയാണ്. ചില വിലയിരുത്തലുകൾ പ്രകാരം ഇതിലും കുറഞ്ഞ ചെലവിൽ പോലും ഇവ നിർമ്മിക്കാനാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇവയെ തടയാൻ ഉപയോഗിക്കുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ചെലവേറിയതാണ്. ഉദാഹരണത്തിന് പാട്രിയറ്റ് PAC-3 മിസൈൽ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ്. എന്നാൽ ഒരു പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിക്കുന്നതിനുള്ള ചെലവ് ഏകദേശം 3 മുതൽ 4 മില്യൺ ഡോളർ വരെയാണ്. അതായത് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഒരു ഡ്രോണിനെ നശിപ്പിക്കാൻ പല മടങ്ങ് വില വരുന്ന ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതോടെ ഒരു വലിയ സാമ്പത്തിക വൈരുദ്ധ്യം രൂപപ്പെടുന്നു. ടെക്സസ് ആസ്ഥാനമായുള്ള ഡ്രോൺ നിർമ്മാണ കമ്പനിയായ ഹൈലിയോയുടെ CEO ആർത്തർ എറിക്സൺ പറഞ്ഞതുപോലെ ഒരു ഡ്രോൺ ആകാശത്തേക്ക് അയക്കുന്നതിനേക്കാൾ അത് വെടിവെച്ച് വീഴ്ത്തുന്നതാണ് പലപ്പോഴും കൂടുതൽ ചെലവേറിയത്. അദ്ദേഹത്തിന്റെ കണക്കുകൾ പ്രകാരം ആക്രമണവും പ്രതിരോധവും തമ്മിലുള്ള ചെലവിന്റെ അനുപാതം ചില സാഹചര്യങ്ങളിൽ 60:1 അല്ലെങ്കിൽ 70:1 വരെ എത്താം. ഇതിന്റെ അർത്ഥം കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് ഡ്രോണുകൾ തുടർച്ചയായി ആക്രമണം നടത്തുമ്പോൾ അവയെ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ മിസൈലുകൾ വളരെ വേഗത്തിൽ ചെലവാകാൻ സാധ്യതയുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ചില മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഈ യുദ്ധത്തെ സമയത്തിനെതിരായ മത്സരമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പെന്റഗണിനുള്ളിലും ഈ ആശങ്ക ഉയർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന അടച്ചിട്ട ബ്രീഫിംഗിൽ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാനായ ജനറൽ ഡാൻ കെയ്ൻ ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇറാൻ വലിയ തോതിൽ വൺ വേ ആക്രമണ ഡ്രോണുകൾ വിന്യസിക്കുന്നുണ്ടെന്ന് നിയമസഭാംഗങ്ങളെ അറിയിച്ചു. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയിൽ പലതിനെയും തടയാൻ കഴിയുന്നുണ്ടെങ്കിലും ഓരോ ഡ്രോണിനെയും തടയുകയെന്നത് യാഥാർത്ഥ്യത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് അവർ വ്യക്തമാക്കിയത്. അതേസമയം അമേരിക്കയുടെ ആയുധശേഖരം ഇതിനകം തന്നെ മറ്റ് സംഘർഷങ്ങളാൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുക്രൈന് നൽകിയ ആയുധ സഹായവും മുൻ സംഘർഷങ്ങളിൽ ഉപയോഗിച്ച പ്രതിരോധ മിസൈലുകളും അമേരിക്കയുടെ കരുതൽ ശേഖരത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക വർഷം തോറും നിർമ്മിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം പരിമിതമാണ്. അതിനാൽ ദീർഘകാല യുദ്ധങ്ങളിൽ അവയുടെ ലഭ്യത നിർണായകമായ ഘടകമായി മാറാം. എന്നിരുന്നാലും ഈ ആശങ്കകളെ അമേരിക്ക തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ആയുധശേഖരം ഇപ്പോഴും ശക്തമാണെന്നും
നീണ്ടു നിൽക്കുന്ന യുദ്ധം നേരിടാൻ രാജ്യത്തിനുള്ള ശേഷി വളരെ വലുതാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ പലർക്കും അറിയാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ ആയുധശേഖരം അമേരിക്കയ്ക്കുണ്ടെന്ന് അധികൃതർ പറയുന്നു. എങ്കിലും യുദ്ധത്തിന്റെ യാഥാർത്ഥ്യം മറ്റൊരു ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചെറുതും വില കുറഞ്ഞതുമായ ഡ്രോണുകൾ പോലും വലിയ സൈനിക ശക്തികൾക്ക് ഗൗരവമായ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നത് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് സംഘർഷം വ്യക്തമാക്കുന്നു. പരമ്പരാഗത യുദ്ധങ്ങളിൽ ശക്തമായ സൈനിക സേനകൾ വിജയത്തെ നിർണയിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ യുദ്ധങ്ങളിൽ സാങ്കേതിക വിദ്യയും ചെലവിന്റെ ഗണിതവും അത്ര തന്നെ നിർണായകമായ ഘടകമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ യുദ്ധം വെറും സൈനിക ശക്തിയുടെ പോരാട്ടമല്ല, ഇത് സാമ്പത്തിക ശേഷിയുടെയും സാങ്കേതിക തന്ത്രങ്ങളുടെയും ദീർഘകാല മത്സരമാണ്. യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കുമെന്നത് യുദ്ധഭൂമിയിലെ വിജയപരാജയങ്ങളെക്കാൾ ആരുടെയാണ് ആദ്യം ആയുധശേഖരം തീരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കാമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ.